أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. ولقد جئناهم بكتاب فصلناه على علم هدى ورحمة لقوم يؤمنون. هل ينظرون إلا تأويلا يوم يأتي تأويله يقول الذين نسوه من قبل قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا أو نرد فنعمل غير الذي كنا نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون. إن ربكم الله الذي خلق السماوات والأرض في 6 أيام في 6
അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر തബാരകല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ സൂറത്തുൽ ആറാഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ പരലോകത്തെക്കുറിച്ചുള്ള ഒരു ശരിക്കുള്ള ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് നൽകുന്ന ചില വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതായത് സ്വർഗവും നരകവും ഉണ്ട്, അത് തയ്യാറാക്കപ്പെട്ടതാണ് എന്നെല്ലാം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആ സ്വർഗ നരകങ്ങളെ കൺമുന്നിൽ കാണുന്ന പോലെയുള്ള യാഥാർത്ഥ്യബോധമാണ് കഴിഞ്ഞ ആയത്തുകൾ നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, അഅറാഫിൽ നിൽക്കുന്ന ആളുകൾ. അഅറാഫ് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും സമമായ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തങ്ങുന്ന സ്ഥലം. അവർക്ക് സ്വർഗക്കാരെയും കാണാം, നരകക്കാരെയും കാണാം. നരകത്തിൻ്റെ നേരെ തിരിയുമ്പോൾ അവർ അള്ളാഹുവോട് രക്ഷ ചോദിക്കും. സ്വർഗത്തിൻ്റെ നേരെ തിരിയുമ്പോൾ അവർ ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ആ രംഗം അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല, നരകത്തിലെയും സ്വർഗത്തിലെയും രംഗങ്ങൾ പോലും പറയുന്നു. നരകത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകളെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അള്ള തന്ന ഭക്ഷണത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ കുറച്ച് ഞങ്ങൾക്ക് തരണമെന്ന് പറയും. അപ്പോൾ അവർ മറുപടി പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നവർ പറയുന്ന ആ നരകത്തിൽ ഉള്ള ആളുകളുടെ നരകപ്രവേശനത്തിൻ്റെ കാരണം അതാണ് 51-ാമത്തെ ആയത്തിൽ പറയുന്നത്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിന് വളരെ കണിശവും കൃത്യവുമായ ലക്ഷ്യങ്ങളുണ്ട്. അത് നാളെ പരലോകത്തുള്ള വിജയമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ആളുകൾ ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളിലും ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യാഥാർത്ഥ്യങ്ങളെ മറന്നു പോകും. അത് മനുഷ്യന് സംഭവിക്കുന്ന രണ്ടു കാര്യങ്ങൾ മനുഷ്യനെ പരലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ തെറ്റിച്ച് കളയുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, പിശാചാണ്. പിശാച് മഹാവഞ്ചകനാണ്. അതുകൊണ്ട് നല്ല മോഹനമായ സ്വപ്നങ്ങൾ നമുക്ക് നൽകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്വപ്നങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയായിരിക്കും. അപ്പം പോണ പോക്കിൽ നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും ജീവിതവും ആയുസ്സും അങ്ങനെ കഴിയും. നമ്മൾ അങ്ങോട്ട് എത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ചതിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഓരോ പ്രായത്തിലും നമ്മോട് പറയും, പ്രായപൂർത്തി ആയാലല്ലേ ഇപ്പോൾ നല്ലതൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പ്രായപൂർത്തി എപ്പോഴാണ്? അപ്പോൾ ഒരു 10-18 കൊല്ലം അങ്ങനെ പോയി. പിന്നെ ആ സമയത്തെത്തും. ഇപ്പോൾ നബിസ്ലാസമൊക്കെ വന്നത് ഇപ്പോൾ എന്താ? 40-ാമത്തെ വയസ്സിലല്ലേ. ഇപ്പോൾ 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോൾ നന്നാകാം എന്ന് മനസ്സിൽ തോന്നും. പിന്നെ അത് 40-ാമത്തെ വയസ്സ് എത്തുമ്പോൾ എന്ത് ചെയ്യൂല? ചിലപ്പോൾ നമുക്ക് തോന്നൂല, ഒരു അല്പം പ്രായക്കായമാതിരി തോന്നൂല. അപ്പോൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ എന്നാണ്. എന്തായിരുന്നാലും നബിൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് 60-70 ഇടക്കല്ലേ, ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നില്ലേ 10-20 കൊല്ലം എന്ന് ആലോചിക്കും. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ കാണുന്ന ചില അലങ്കാരങ്ങളെ കാണിച്ചെന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തെ തരം നല്ല പദ്ധതികൾ തരും. നമ്മളെ ആയുസ്സും സമയവും പണവും മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമുകൾ ദുനിയാവ് നമുക്ക് ഉണ്ടാക്കി തരും. നമ്മളെ മുഴുവൻ സമയവും ചിന്തയും പണവും ആയുസ്സും മുഴുവൻ വിനിയോഗിക്കാവുന്ന നല്ല പ്രൊജക്റ്റുകൾ നമ്മുടെ മുന്നിൽ ആര് തരും? ദുനിയാവ് തരും. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആയുസ്സും പണമൊക്കെ അങ്ങനെയാണ് തീരും. അതിലിടയ്ക്ക് നമ്മൾ നിസ്കരിക്കാൻ പള്ളിലേക്ക് പോകാനും നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകും. അങ്ങനെ മറന്നാൽ എന്താ ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ പരലോകത്തിന് ഒരു സീരിയസ്നെസ്, ഒരു പ്രാധാന്യം നൽകിയില്ല എന്ന കുറ്റം.
ആ കുറ്റത്തിൻ്റെ പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ പരലോകത്ത് അള്ളാഹുവും അവരെ മൈൻഡ് ചെയ്യാതെ ഒരു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരു നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഇത്രയും നല്ലൊരു ഖുറാനിൽ അതൊന്നിനൊന്നും ഒരു സീരിയസ്നെസ്സും നൽകാതെ ജീവിച്ച ആളുകളെ പടച്ചോനും തൽക്കാലം പരലോകത്താണ് മറക്കും. പടച്ചോൻ മറക്കുക പറഞ്ഞാൽ എന്താ വെച്ചാൽ നരകത്തേക്കാണ് പോവുക എന്നുള്ളതാണ്. നരകത്തിൽ പോണിൽ പടച്ചോനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടുന്ന് അതിൻ്റെ ഗൗരവം കാണാത്തവൻ എന്തിനപ്പോൾ പരിഗണിക്കണു എന്ന് അള്ളാഹുവും വിചാരിക്കുന്നു. അതൊന്നും ഞാൻ പറയില്ല, അങ്ങനെ തന്നെ വേണം. അല്ലദീനത്തഹദൂ ദീനഹും ലഹുവൻ വലഇബൻ. അല്ലദീനത്തഹദൂ ദീനഹും, അതായത് തങ്ങളുടെ മതത്തെ അവർ സ്വീകരിച്ചു. ഇത്തഹദൂ ദീനഹും, അവരുടെ മതത്തെ അവരെന്ത് ചെയ്തു? സ്വീകരിച്ചു. എന്തായി സ്വീകരിച്ചു? ലഹുവൻ വലഇബൻ. ലഹുവൻ എന്ന് പറഞ്ഞാൽ ലഹത്ത് ഖുലൂബുഹും എന്നാണ്. അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? ലഹു എന്ന് പറഞ്ഞാൽ വിനോദം. വിനോദം എന്ന് പറഞ്ഞാൽ എന്താ അറിയും? വിനോദം എന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മുടെ ഹൃദയം അതിലാണ്ട് എൻഗേജ്ഡ് ആവും. അപ്പം അതിൻ്റെ ഒരു തരിപ്പും സുഖമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവും. അതാ വിനോദം. ഇതൊരു കളി കാണുകയാണെങ്കിലും സിനിമ കാണുകയാണെങ്കിലും ആ വിനോദ സന്ദർഭങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യും? തൽക്കാലം അവൻ്റെ യാഥാർത്ഥ്യബോധവും കാര്യബോധവും അവൻ്റെ വിവേകവും എല്ലാം എന്ത് ചെയ്യും? തൽക്കാലം വഴിമാറി നിൽക്കും. അതാണ് ലഹു പറഞ്ഞാൽ ലഹത്ത് കുലൂബുഹു എന്നാണ്. ഹൃദയത്തെ എന്താകുന്നത്? തൽക്കാലം തെറ്റിച്ചു കളയുന്നത്, അശ്രദ്ധമാക്കുന്നത്. അതാണ് അങ്ങനത്തെ പരിപാടികളാണ്. ഇത്തഹദു ദീനഹും. അപ്പോൾ മതത്തെ അവരെന്ത് ചെയ്തു? കളിയും വിനോദവുമാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്താണ്? അതിനെ ഒരു പരിഹാസമായി എടുത്തു. അതിലെന്താ ഇപ്പോൾ കാര്യമുള്ളതാണ്? അന്നഹും ജഅലൂ ബദല ദീനിഹിം അല്ലഹു വല്ലായി. ദീനിന് പകരം അവർ കളിയും തമാശകളും ആക്കിയിട്ട് അവരെടുത്തു. വസ്തആലു ബിദാലിക അനിദ്ദീനിൽ ഖയ്യിം. ഏറ്റവും നല്ല ചൊവ്വായ ദീനിന് പകരം ആ ദീനിൻ്റെ പ്രബോധനങ്ങൾ നടത്തേണ്ട സ്ഥലം, ദീനിൻ്റെ ആരാധനകൾ ചെയ്യേണ്ട സന്ദർഭം, ദീനിന് വേണ്ടി പണം കൊടുക്കേണ്ട സമയം, അത് മുഴുവനും അവരെന്ത് ചെയ്തു? വഴിതിരിച്ചു വിട്ടു. എന്തിലേക്ക്? ഭൗതികമായ ജീവിത കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു? പകരമാക്കി. പള്ളിയിൽ പോകേണ്ട സമയത്ത് അവരെന്ത് ചെയ്തു? ഭൗതികമായ കാര്യങ്ങൾ വ്യാപൃതമായി. സക്കാത്ത് കൊടുക്കേണ്ട പൈസ കൊണ്ട് എന്ത് ചെയ്തു? അവർ ടൈൽസ് ഇട്ടു. പല കാര്യങ്ങളാണ് അവർ ചെയ്തത്. എല്ലാറ്റിനും പകരം ദീനിന് കൊടുക്കേണ്ടതെല്ലാം അവരെന്തിനു കൊടുത്തു? ദുനിയാവിന് കൊടുത്തു. ഇതിനർത്ഥത്തൊന്നും ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇത് മുടക്കി ചെയ്യാൻ പറ്റൂല. ഏത് മുടക്കിയിട്ട്? ദീൻ മുടക്കി ചെയ്യാൻ പറ്റും. മനസ്സിലായി? ജീവിതത്തിൽ എല്ലാ സമയം നമ്മൾ ദുനിയാവിന് ഉപയോഗിച്ചോളും. പക്ഷെ ബാങ്ക് കൊടുക്കുമ്പോൾ എവിടെ പോകണം? പള്ളിക്കപ്പം. അല്ലദീനത്തഖദൂ ദീനഹും ലഹുവൻ വലഇബൻ. ലഇബ് പറഞ്ഞാൽ കളി, ലഹു എന്ന് പറഞ്ഞാൽ വിനോദം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വഴിതിരിച്ചു വിടുന്ന രണ്ട് കാര്യങ്ങളാണത് കേട്ടോ. മാത്രവുമല്ല വഗറതുഹുമുൽ ഹയാത്തുദ്ദുൻയാ, ഇഹലോക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. ബിസീനത്തിഹാ വസുഹ്റുഫിഹാ വകസറത്തി ദുആതിഹാ ഫത്മഅന്നു ഇലൈഹാ വറദൂ ബിഹാ വഫരിഹു വഅറദു അനിൽ ആഖിറത്തി വനസുഹാ. നല്ല വ്യാഖ്യാനാണ്. ദുനിയാവ് അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ബിസീനത്തിഹ, ദുനിയാവിൻ്റെ ചൊറുക്ക്. നമ്മൾ ഭൗതികമായി കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിനുണ്ട്. ഒരു വീട് അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? അതിലൊരു സൗന്ദര്യത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട്. ഒരു ആവശ്യമെന്നതിലുപരി താമസിക്കാനുള്ളൊരു ആവശ്യമെന്നതിലുപരി നമുക്കതിലെന്തുണ്ട്? നമ്മുടെയൊക്കെ അത് കൈവശം വരുമ്പോൾ ഉണ്ടാകുന്നൊരു സീനത്ത്. ഒരു വാഹനമെന്ന് പറയുമ്പോൾ സഞ്ചരിക്കുക എന്നതിലുപരി അതിലെന്തുണ്ട്? ഒരു അലങ്കാരമുണ്ട്. എല്ലാറ്റിലുമുണ്ട്. ആ അലങ്കാരം പറ്റൂല എന്നൊന്നും അതിനർത്ഥമല്ല കേട്ടോ. പക്ഷേ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി, മോടികൾക്ക് വേണ്ടി, പിന്നെന്താ വെച്ചാൽ അതിലേക്കുള്ള ക്ഷണം, അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, അത് കിട്ടിയാൽ എന്ത് ചെയ്യും? മനുഷ്യന് ഭൗതികമായ നേട്ടങ്ങൾ കിട്ടിയാൽ അവൻ ചിന്തിക്കും പടച്ചോൻ്റെ ഒപ്പം തന്നെയാണ്, ഞാൻ നല്ല മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെ അവൻ വിചാരിക്കുകയാണ്. എപ്പോഴാണ് വിചാരിക്കണേ? ദുനിയാവ് അവൻ അനുകൂലമായിരിക്കുമ്പോൾ കേട്ടോ. വഅറളു അനിൽ ആഖിറത്തി വനസൂഹ, പരലോകം അവരുടെ ഓർമ്മയിൽ തന്നെയല്ല. എന്താണോ? പരലോകം അവരുടെ ഓർമ്മയിൽ തന്നെയല്ല, അവരതിനെ മറന്നു കളയുകയും ചെയ്തു എന്നാണ്. പണ്ടൊക്കെ എല്ലാവരും നമ്മോട് പറയും, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ പ്രസംഗം ശ്രദ്ധിക്കും? നരകം പറയരുത്. നല്ലോണം ശ്രദ്ധിക്കണം. നരകം പറയരുത്. നരകം ആളുകളോട് പറയരുത്. പിന്നെ എന്തിനാ പഠിച്ചോ ഖുർആനിൽ നരകം? ഒരു സ്വർഗം പറഞ്ഞാൽ അപ്പോൾ തന്നെ നരകം പറയണം. എന്തിനാ? സ്വർഗം പറഞ്ഞാൽ മതി ആൾക്കാർ. അപ്പോൾ ആൾക്കാർക്ക് ഒരു സ്വൈര്യക്കേടാണ് കേൾക്കുമ്പോൾ. നരകം ഉണ്ട് അറിയുമ്പോൾ എന്താണ്? ഒരു അസ്വസ്ഥതയാണ്.
നമ്മൾ പറയാത്തതുകൊണ്ട് ഇപ്പോൾ ഇല്ലാതെയാവും. സ്വർഗത്തെക്കുറിച്ച് എത്ര ആയത്തുകളുണ്ടോ അത്ര തന്നെ ആയത്തുകൾ എന്തിനെക്കുറിച്ചുണ്ട്? നരകത്തെക്കുറിച്ചുണ്ട്. ഒക്കൊപ്പം പറയണം. രണ്ടും മനസ്സിലാക്കണം, രണ്ടും അറിയണം, അല്ലാതെ രക്ഷയില്ല. മനുഷ്യൻ്റെ സ്വൈര ജീവിതത്തിലും ദുനിയാവിൻ്റെ മോഹങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ എന്താകും? അത്തരം വിവരങ്ങളും വാർത്തകളൊക്കെ എന്തായിരിക്കും? അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. ഒരു കാര്യമില്ല. ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. ഫൽയൗമ നൻസാഹും, ഞാൻ അവരെ ഇന്നു മറന്നിരിക്കുന്നു എന്നാണ്. ഫൽയൗമ നൻസാഹും, നാം അവരെ ഇന്നു മറന്നു. അതിനാൽ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് അവർ മറന്ന പോലെ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ അവർ മറന്നു കളഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്തു? നാം അവരെയും എന്തായിരുന്നു? മറന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഫൽയൗമനൻസാഹും, മറക്കുക പറഞ്ഞാൽ എന്താ പറഞ്ഞ കാര്യങ്ങൾ? നത്തുറുക്കുഹും ഫിൽ അദാബ് എന്നാണ്. അല്ല മറക്കുക പറഞ്ഞാൽ അവനെ ശിക്ഷയ്ക്ക് വിടുക എന്നാണ്. അവനെ നരകത്തിലേക്ക് ഉപേക്ഷിക്കുക, നരകത്തിലേക്ക് തള്ളിക്കളയുക. പടച്ചോൻ അവർ മറന്നതുകൊണ്ട് പടച്ചോൻ അവിടുന്ന് പോലെ മറക്കും. പടച്ചോൻ പരിഗണിക്കുന്നവർക്കാണ് അവിടെ പരിഗണന കിട്ടുക. അർശിൻ്റെ തണലും സൗകര്യങ്ങളൊക്കെ കിട്ടുക. അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക? അതൊക്കെ കിട്ടുക. കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബി ആയാതിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എന്താണ്? നിഷേധിച്ചു കൊണ്ടിരുന്നത് പോലെ. കാരണം അവിടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ അവർ മറന്നു കളഞ്ഞതുപോലെയും നാം അവരെ മറന്നിരിക്കുന്നതാണ്. അവർ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ മറന്നു കളഞ്ഞതും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്നതും പോലെ അവർ നാം ഇന്ന് മറന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ഇങ്ങനൊരു ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്നതിനെക്കുറിച്ചും അവരെന്ത് ചെയ്തു? വിസ്മരിച്ചു. അതുകൊണ്ട് അവർ മറന്നു എന്ന് പറയുമ്പോൾ അന്നഹും ലം യുഖ്ലഖു ഇല്ലാ ലിദ്ദുനിയ, ഓരെ സൃഷ്ടിച്ചത് ദുനിയാവിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ടാണെന്നാണ്. വലൈസ അമാമഹും ആറലുൻ വലാ ജസാ, ഇതിനപ്പുറത്തെന്തില്ല? ഈ ദുനിയാവിനപ്പുറത്ത് അവർക്കൊരു പ്രതിഫലമോ അതല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളെ പ്രദർശിപ്പിക്കപ്പെടാനുള്ള അവസരമോ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചില്ല. മറിച്ച് അവരെന്ത് വിചാരിച്ചുള്ളൂ? ഈ ദുനിയാവ് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കഴിഞ്ഞു എന്നാണ് അവർ വിചാരിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയണത്. ഇതാരാ? നരകത്തിലെ കിടന്ന് സ്വർഗത്തിലുള്ളവരോട് വെള്ളവും ഭക്ഷണവും ചോദിക്കുന്ന ആളുകൾ. അവർ നരകത്തിൽ വരാനുള്ള കാരണം പറഞ്ഞത് എന്താണ്? ദീനിനെ അവർ കളിയും വിനോദവുമായിട്ടെടുത്തു, തമാശയായിട്ടെടുത്തു. ആളുകൾക്കൊന്നിനൊരു ഗൗരവം. ദീൻ്റെ കാര്യം വരുമ്പോൾ നിസ്സാരമായിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വിവരമുള്ള ആൾക്കാർ തന്നെ ഒരു ചർച്ച, എന്താ ഒരു ചർച്ച വെച്ചാൽ, ഇപ്പോഴെന്താ ഈ ഒരു പുതിയൊരു മഫ്ത, ഈ ഇപ്പോഴത്തെ IS ചർച്ചൻ്റെ കൂട്ടത്തിലാണ് അപ്പോൾ ഈ ചർച്ചയൊക്കെ. ഒരു പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വലിയൊരു മഫ്ത. എന്നിട്ടൊരു 10-15 കൊല്ലം ഖുത്ബ പറഞ്ഞ് ഇപ്പോഴും മെമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിനോട് പ്രതികരിച്ച അയാൾ പറയണം, എൻ്റെ പെണ്ണുങ്ങളുടെ ഒരു ദിവസം ഭാര്യ ഉണ്ട് ഇങ്ങനത്തെ ഒരു മഫ്തയിട്ട് വന്നിട്ട്. ഞാൻ പറഞ്ഞു, ഈ മഫ്ത ഒരിക്കലും എൻ്റെ അടുത്ത് കാണാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. എന്താ കാര്യം ആലോചിച്ചോക്ക് നിങ്ങൾ, ഇങ്ങനത്തെ ഒരു മഫ്ത ഒരിക്കലും എൻ്റെ അടുത്ത് കാണാൻ പറ്റൂല, പിന്നെ ഓളത് ഇട്ടിട്ടില്ലാന്ന് ആലോചിച്ചു. കേട്ട് നമ്മൾ തരിച്ചു നിന്ന് പോവാണ്. എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കേട്ട് ചിരിക്കുക. എന്താ അതിൻ്റെ പല്ലി അല്ലരി പിന്നെ ബിഹുംബ്രിഹിൻ ആലാജുയൂബിഹിൻ. ഇടേണ്ട മഫ്ത ഏതാ? മാറുമരണ മഫ്തല്ലേ ഇടേണ്ടത്? ഖുർആൻ പറഞ്ഞ മഫ്ത അതല്ലേ? ഇടാത്തൊരിടണ്ടാന്ന്. ഒരാൾ ഇട്ടത് ഉൾക്കൊള്ളാൻ പോലും മനസ്സില്ലാത്ത ദീനാണ് ആൾക്കാരുടെ ദീനാണ്. എന്തിനാ അപ്പം ഇതൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യണത്? എന്താ അപ്പം അതിൻ്റെ ആവശ്യം? അതൊക്കെ ദീനെന്ന് പറഞ്ഞാൽ എന്തേലും ആയാൽ മതി തന്നെ, അതിലൊന്നും പ്രശ്നമില്ല. എന്താ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ദീനല്ലേ, ഒക്കെ നമ്മളെ സൗകര്യം പോലെ ആയാൽ മതി. ദുനിയാവുമ്പോൾ എന്താ ഒരു വിട്ടുവീഴ്ചയില്ല. കണ്ടക്ടർ തരാൾ 50 പൈസ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പിറങ്ങണ വരെ കണ്ടക്ടർമാരെന്താ ഓരോ പരിപാടി തന്നെയല്ലേ. വൈകുന്നേരം ആകുമ്പോൾ എത്ര റുപ്യ അവർക്ക് കിട്ടണത്? ഈ 50 പൈസ 25 പൈസ വാങ്ങിയിട്ട് തന്നെയല്ലേ കിട്ടണത്? എന്നാ മനസ്സിലായി? ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഇതൊക്കെ എത്ര സത്യമെന്ന് അറിയങ്ങൾ കളിയാക്കുന്നതിന് ഏറ്റവും അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബൻ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ. വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ.
ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. രണ്ട് കാരണങ്ങളാണ്. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന് അവർ മറന്നുപോയി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കിന്ന് അവരെ ഓർമ്മല്ല എന്ന് പറഞ്ഞാൽ അവർ നരകത്തിലേക്ക് എന്ത് ചെയ്യും? വീഴും എന്നാണ് പറഞ്ഞു ചുരുക്കം. അതാണ് 51-ാമത്തെ ആയത്ത്. 52 നോക്കൂ. വലഖദ് ജിഅനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഖുർആൻ പറഞ്ഞ പോലെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പഴഞ്ചനാണ്, അതൊന്നും ഇന്നത്തെ കാലത്തിന് പറ്റൂല, അതൊക്കെ പണ്ടത്തെ കാലത്ത് അറബികൾക്ക് യോജിച്ചാണ്. ഇന്നത്തെ ആൾക്കാർക്കും ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിനൊന്നും അതുപോലെ വരും. അതിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ഉൾക്കൊണ്ടാൽ പറ്റുമെന്നല്ലാതെ ഖുർആൻ അന്ന് പറഞ്ഞതൊക്കെ ഇന്നത്തെ കാലത്ത് അതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും? ആകെ പ്രശ്നമാവുന്നുണ്ട്. നമുക്ക് ഖുർആനെ പറ്റി പരിചയപ്പെടുത്തുന്ന ആ ഓരോ വാക്കും ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വായിക്കേണ്ട വാക്കാണ്. വലഖദ് ജിഅനാഹും ബികിതാബിൻ. വലഖദ് ജാബിറിനെ കൊണ്ടുവന്നു. വലഖദ് ജിഅനാഹും ബികിതാബിൻ. തീർച്ചയായും നാം ഒരു ഗ്രന്ഥം ഇവർക്ക് കൊണ്ടുചെന്നിട്ടുണ്ട്, ഇവർക്കൊരു ഗ്രന്ഥം നാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഫസ്സൽനാഹു അലാ ഇൽമിൻ. അറിഞ്ഞുകൊണ്ടു തന്നെ, അറിവോടുകൂടെ കൊണ്ട് തന്നെ അതിനെ നാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അറിവോടുകൂടെ തന്നെ നാം അവർക്ക് അതിനെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇമാം സഅദി കൊടുത്ത അർത്ഥം നമ്മൾ കേൾക്കണം. എന്താ അറിയോ? ഐ ബയ്യനാ ഫീഹി ജമീഅൽ മതാലിബില്ലതി യഹ്താജു ഇലൈഹൽ ഖൽഖ്. സൃഷ്ടികൾക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഗ്രന്ഥത്തിലുണ്ട്. അലാ ഇൽമി എന്ന് പറഞ്ഞാൽ മിനല്ലാഹി ബി അഹ്വാലിൽ ഇബാദ് ഫി കുല്ലി സമാൻ വമക്കാൻ. അടിമകളുടെ എല്ലാ അവസ്ഥകളും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തിലുമുള്ള മുഴുവൻ അടിമകളെയും പരിഗണിച്ചുകൊണ്ട് വമാ യസ്ലുഹു ലഹും വമാ ലാ യസ്ലുഹ്, അവർക്ക് പറ്റുന്നതും പറ്റാത്തതും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേട്ടോ. എല്ലാം അങ്ങനെയാണ്. എല്ലാം ആരിന്നാണ്? അതിൻ്റെ തഫ്സീലുകൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ ആ അള്ളാഹുവിന് ചില സ്ഥലങ്ങൾ അറിയില്ല, ചില സാഹചര്യങ്ങൾ അറിയില്ല എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ അറിവ് എല്ലാറ്റിലും വിശാലമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ഏത് കാലത്തും പറ്റും. പിന്നെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് അറിയാഞ്ഞിട്ടാണ്. ഓർക്ക് നമ്മളുടെ ഈ ഗ്രന്ഥത്തിലെ ശരിക്കുള്ള ആശയങ്ങൾ അത് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനേ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പീസ് റേഡിയോൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരുന്ന സമയത്ത് ഇതിൻ്റെ പരിസരത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ ചോദിച്ചു, എന്തപ്പോൾ നിങ്ങളെ ആൾക്കാരൊക്കെ ഈ തുണി ഇങ്ങനെ നെരിയാണ്ട് മേലെന്താ, ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മതാനുഷ്ഠാനങ്ങളെല്ലാം നടത്തുന്നത് മരണാനന്തരമുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ കൽപ്പന എന്താ വെച്ചാൽ നെരിയാണിക്ക് താഴെ തുണി പോയാൽ എന്താണ്, വസ്ത്രം പോയാൽ അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാറാണ് പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ കേട്ടു. ഞാൻ പറഞ്ഞു പിന്നെ വേറൊന്നും എന്താ വെച്ചാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്കുകൂടി ഞാൻ പറഞ്ഞു, അൻകാലി സൗബിക് വാത്ത് കാലി കൽബിക്. വസ്ത്രത്തിൽ ശുദ്ധി. ഞങ്ങൾ ഈ പള്ളി കയറി കഴിഞ്ഞാലൊക്കെ സാഷ്ടാംഗം മുഖം നിലത്ത് വെച്ചല്ലേ സുജൂദ് ചെയ്യുക. ഈ വരുന്ന ആൾക്കാരൊക്കെ എല്ലാം പിന്നെ ഓരോ പാൻറ്റും തുണിയൊക്കെ നിലത്തിട്ടുങ്ങാട് മുഴുവൻ ചപ്പും ചവറും മുനിസിപ്പാലിറ്റി മുഴുവൻ സാധനം വലിച്ച് പള്ളിക്ക് കയറിയല്ലേ. ആ പള്ളിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പിന്നെ നിലത്ത് കുമ്പിടാൻ പറ്റുമോ? തലവെക്കാൻ പറ്റുമോ? ആകെ വൃത്തികേടല്ലേ ഉണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങൾ വരിക, പാൻറ്റും കുപ്പിയും വരിക. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൻകാലി സൗബിക്. വസ്ത്രം ഏറ്റവും ശുദ്ധമാവാൻ, വസ്ത്രം വൃത്തിയാവാൻ അതാ നല്ലത്. ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്കും നല്ലത് അതാണ്. എന്താ അതൊക്കെ വാക്ക്? ആർക്കത് മനസ്സിലാകാത്ത? അപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഇനി ആരെങ്കിലും ബിരിയാണിക്ക് താഴെ കണ്ടാൽ എന്താടോ എൻ്റെ കോലം എന്ന് ചോദിക്കും മുസ്ലിങ്ങളോട്. തിരിച്ചു ചോദിക്കും, എന്താ ഈ വസ്ത്രത്തിന് ഈ പള്ളി കയറിയാൽ എന്താ അവസ്ഥ എന്ന് അയാൾ തിരിച്ചു ചോദിക്കും. നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളോലൊന്ന് നോക്കുമ്പോഴേക്കും എന്ത് ചെയ്തു, എന്തോ ഒരു കുഴപ്പമുണ്ട് വിചാരിച്ച് പിന്നെ എന്ത് ചെയ്യും, അത് താഴത്തേക്കണ്ട ആക്കലാണ്. പോലും പറയുമ്പോൾ നമ്മളുടെ ആകല.
ഇതാണ് നമ്മുടെ പരിപാടി. മക്കനെ കുറച്ച് വലുതായി അറിയുമ്പോൾ അന്നാണ് ചെറുതാക്കുക, തുണി കുറച്ച് പൊന്തി അറിയുമ്പോൾ അന്നാണ് താത്തഞ്ഞിപ്പോൾ. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ദീനാണല്ലോ. വീട്ടിലും പെണ്ണുങ്ങളോടൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. ആകെ നടക്കെന്താണ്, ദീൻ്റെ കാര്യങ്ങൾ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒന്നുമില്ല എന്നാണ്. കാലത്തിന് പറ്റാത്തതോ ഞാൻ പറയില്ല. ലോകത്തെ പ്രമുഖനായ ആധുനിക വ്യാഖ്യാതാവാണ് അദ്ദേഹം, ഇമാം സഅദി. എല്ലാവർക്കും അറിയും. ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാരുടെ ഒക്കെ ഉസ്താദാണ്. എന്താ പറയുക, എല്ലാ കാലത്തുക്കും എല്ലാ സമയത്തുക്കും പറ്റുന്നതേ ഖുർആനിലുള്ളൂ. ഒന്നുകൂടി വായിച്ചു നോക്കും. വലഖദ് ജിനാഹും ബികിതാബ്, ഒരു ഗ്രന്ഥത്തെ അവർക്ക് നാം നൽകിയിട്ടുണ്ട്. ഫസ്സൽനാഹു അലാ ഇൽമിൻ, തികഞ്ഞ അറിവോടുകൂടെ തന്നെ, അറിഞ്ഞുകൊണ്ടു തന്നെ. അതായത് വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്താണ്, ശരിക്ക് അറിഞ്ഞുകൊണ്ടു തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഹുദം വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അതിലെന്തൊക്കെയുള്ളത് കേട്ടോളി. എന്താണ് ഖുർആനിലുള്ളത്? ഒന്ന് ഹുദ. എന്താണ് ഹുദ? സന്മാർഗം. വറഹ്മത്തൻ, കാരുണ്യം. ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക്. ഖുർആൻ കൊണ്ടുള്ള ഗുണം അവർക്കേ കിട്ടുള്ളൂ എന്നാണ്. മുഅ്മിനീങ്ങൾ കിട്ടും ഈ ഗ്രന്ഥം കൊണ്ടല്ല. ഹിദായത്ത് മിനൽ ദലാൽ, എല്ലാ വഴികേടുകളിൽ നിന്നും സന്മാർഗത്തെ ഈ ഖുർആൻ വേർതിരിച്ചു കൊടുക്കും. വബയാനുൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വിശദീകരിച്ചു കൊടുക്കും. വൽ ഗയ്യ് വർ റുഷ്ദ്, സന്മാർഗവും പിഴച്ച മാർഗവും പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ അവർക്കതുകൊണ്ട് കാരുണ്യം കിട്ടും, ഖൈർ കിട്ടും. വസആദ ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും സൗഭാഗ്യം കിട്ടും. മനസ്സിലായി? എല്ലാ തിന്മകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും അവർ മോചിതരാകും. ഖുർആനെ പിൻപറ്റിയാൽ ജീവിത ദുരന്തങ്ങളും ഭാവി അപകടങ്ങളും എല്ലാം അവർക്ക് ഒഴിവാകും. ഞാൻ പറഞ്ഞു, ഇന്ന് സമൂഹത്തിൻ്റെ 3/4% ആളുകളും പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്തിനെക്കുറിച്ച് വെച്ചാൽ പലിശയെക്കുറിച്ചാണ്. പലിശ കൊണ്ടാണ് മിക്കവാറും ആളുകൾ എല്ലാ ദുരന്തങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. സ്വസ്ഥമായൊരു ജീവിതം പോലും സാധ്യമല്ലാതെ വരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? അതൊക്കെ പടച്ചോൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ എന്ത് കൊടുക്കണ്ടെങ്കിലും അങ്ങോട്ട് ഞാൻ പോണില്ല എന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും കൊടുക്കൂല. തീരുമാനം എടുക്കുമ്പോൾ ഇത് ഹറാമല്ല, ഇത് നമുക്ക് പറ്റൂലല്ലോ, അതിന് പോയിട്ട് വേണ്ട. അതന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അന്ന് അതിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അയാളിലേക്ക് ദൗർഭാഗ്യങ്ങളും ദുരന്തങ്ങളും വന്നു എന്നർത്ഥം. അതുകൊണ്ട് വഹാഉലാഇല്ലദീന ഹഖ്ക അലൈഹിമുൽ അദാബ്, ഇവർക്ക് ശിക്ഷ കൊടുക്കണം. ലയുമിനു ബിഹാദൽ കിതാബിൽ അലീം, ഈ മഹത്തായ ഗ്രന്ഥം പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാത്തവരാണ്. വലൻ ഖാദൂലി അവാമിരിഹി വനവാഹിഹി, ഇതിൻ്റെ കൽപ്പനകൾക്കും വിരോധങ്ങൾക്കും അവർ കീഴൊതുങ്ങിയില്ല. ഫലം യബ്ക ഫീഹിം ഹീല ഇല്ല ഇസ്തിഹ്ഖാഖുഹും അൻ യഹില്ല ബിഹിം, ശിക്ഷ കൊടുക്കല്ലാതെ വേറൊരു വഴിയും ഇവരെ കാര്യത്തിലില്ല എന്നാണ്. അതാണ് ഖുർആൻ അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ലംഘിച്ചവർക്ക് അതുമാത്രമേ പറയാനുള്ളൂ എന്നാണ്. വലഖദ് ജനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമ ഹുദം വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല യൗമ യഅതി തഅ്വീലുഹു യഖൂലുൽ ലദീന നസൂഹു മിൻ ഖബ്ൽ ഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ് ഫഹൽ ലനാ മിൻ ശുഫആഅ ഫയശ്ഫഉ ലനാ ഔ നുറദ്ദു ഫനഅമല ഗൈറല്ലദീ കുന്നാ നഅമൽ ഖദ് ഖസിറൂ അൻഫുസഹും വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. നോക്കൂ നിങ്ങൾ, ഇനി എന്താണ് വിശുദ്ധ ഖുർആൻ എന്തെല്ലാം കാര്യങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ലംഘിച്ചവർക്ക് അതിൻ്റെ ഫലങ്ങൾ ഇനി പുലരുക മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. പുലരുക. യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം കണ്ടു? വാപ്പ പിന്നെ തൻ്റെ സഹോദരന്മാരും അതേപോലെ തന്നെ വാപ്പയും ഉമ്മയും ഒക്കെ സൂര്യനും ചന്ദ്രനും എല്ലാം തനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്ത് ചെയ്തു? പിന്നീട് ആ സ്വപ്നം അതുപോലെ പിന്നീട് എന്ത് ചെയ്തു? പുലർന്നു. അതാ പറഞ്ഞു, ആ പുലർച്ചയാണ്. അവിടെയും ഖുർആൻ ഉപയോഗിച്ച വാക്കെന്താണ്? തഅ്വീൽ. ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ൽ. അവസാനം ഈജിപ്തിക്ക്
തൻ്റെ വാപ്പിയമ്മയൊക്കെ വന്ന് എന്താണ് തൻ്റെ മുന്നിൽ എത്തി നിന്ന് അവരെ ആ സിംഹാസനത്തിൽ ഇരുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഹാദാ തഅ്വീലു റുഅയായ മിൻ ഖബൽ. അന്ന് ഞാൻ കണ്ടില്ലേ ഒരു സ്വപ്നം, അതിൻ്റെ തഅ്വീലാണെന്നാണ്. തഅ്വീൽ എന്ന് പറഞ്ഞാൽ പുലർച്ച. തഅ്വീൽ എന്ന് പറഞ്ഞാൽ പുലർച്ച. ഉലർന്ന് മടങ്ങുക എന്നർത്ഥം. എന്താണോ പറഞ്ഞത് അതിക്ക് എത്തുക. അപ്പോൾ അള്ളാഹ് താക്കീത് ചെയ്ത സ്വർഗവും നരകവും പരലോകവും ഒക്കെ എന്ത് ചെയ്യുക, ഈ വ്യാഖ്യാനങ്ങളും കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രകാരം കൺമുന്നിൽ പുലരുന്നൊരു ദിനം അതുണ്ടാകുന്നു. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല, അതിൻ്റെ പുലർച്ചയല്ലാതെ വല്ലതും അവർ കാത്തിരിക്കുന്നു പോകുന്നു. ഇനിയിപ്പോൾ എന്താ വരാനുള്ളത്? ഈ അവിശ്വാസികൾക്കും ഈ പരിഹസിക്കുന്നവർക്കുമൊക്കെ ഇനി എന്താണ് വരാനുള്ളത്? എന്താണോ അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പുലർന്നു വരുന്നത് മാത്രമാണ് ഇനി അവർക്ക് കാത്തിരി. ഹൽ യൻദുറൂന ഇല്ലാ തഅ്വീല, അതിൻ്റെ പുലർച്ചയല്ലാതെ വല്ലതും അവർ നോക്കിയിരിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ പുലർച്ച വരിക. യൗമ യഅ്തി തഅ്വീലുഹു യഖൂലുൽ ലദീന നസൂഹു മിൻ ഖബൽ. ഇതൊരു മനുഷ്യൻ്റെ ശരിക്കുള്ളൊരു സ്വഭാവം തന്നെയാണ്. എന്താ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്ത് അപകടങ്ങളെ കുറിച്ച് ഇപ്പം നിങ്ങൾ പോയി പണ്ടത്തെ മരുന്നല്ല. ഇപ്പം ഇപ്പോഴത്തെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാലാവുമ്പോൾ കാണും ശരിക്കും എന്താ അറിയൂ, ഈ ക്യാൻസർ വന്ന ശരീരഭാഗത്തിൻ്റെ പച്ചയായ കളർ ചിത്രം, എഴുത്തല്ല. ഒരു ഭാഗത്ത് സിഗരറ്റിൻ്റെ പാക്കറ്റുമുള്ള ചിത്രം എന്താ പറയുക നിങ്ങൾ ശരിക്കും എന്താണ്, ഈ തൊണ്ടയിലൊക്കെ ക്യാൻസർ വന്നിട്ടുണ്ടാവൂലേ, ആ ചിത്രമാണ് കൊടുത്തുക്കണത്. അതിനേക്കാളും വലുതാക്കി അവിടെ എഴുതിക്കുന്നത് എന്ത് ചെയ്യും, ഇത് വലിച്ച ക്യാൻസർ വരുന്ന എഴുതി. ആ പാക്കറ്റൊക്കെ മനോഹരമായി പോക്കറ്റിലിട്ട് ഓരോ സിഗരറ്റ് എടുക്കുമ്പോഴും ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, വലിക്കല്ലോ ഉഷാറായിട്ട്. ആലോചിക്കുന്നോട് ഞാൻ ഇപ്പം ഇന്നലെ ഒരാൾ ചോദിച്ചു, 3 ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതിരിക്കണ ഒരാൾക്ക് നാട്ടിലൊക്കെ പാടെ പിരിച്ച് പൈസ ഉണ്ടാക്കി ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളോട് അവസാന സമയത്ത് പറഞ്ഞു വന്നിട്ട് ഇപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ പിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച അയാളുടെ ആകെ പറഞ്ഞു കഴിഞ്ഞ് പുകവലിക്കരുതെന്നാണ്. അയാളിപ്പോൾ രോഗിയായി വിശ്രമിക്കുമ്പോൾ ആകെ ചെയ്യണ പണി ഇപ്പം എന്താണ്, പുകവലിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾ വെറുതെ ഇരിക്കുകയാണ്, ഫുൾ ടൈം എന്തുതന്നെയാണ് വീടി വാങ്ങി വലിക്കുക അയാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ നേർക്ക് നേരെ കണ്ടാൽ പോലും മനുഷ്യനെന്താവില്ല, അപ്പം തൽക്കാലം കഴിച്ചിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ പിന്നെ പഴയ മാതിരി ആവുന്നതാണ്. അതങ്ങനെ തന്നെ കൂറാൻ വേണം. തൻ്റെ മുന്നിൽ ദുരന്തങ്ങൾ വന്നു ചേരുമ്പോൾ മനുഷ്യൻ പറയും ഒന്ന് കഴിച്ചിലാക്കി തന്നാൽ പിന്നെ റെഡി ആയിക്കോളാം. അപ്പോൾ ഇതൊക്കെ താക്കീതുകളൊക്കെ അങ്ങനെ അവഗണിച്ച് പോകും. അവസാനം അതെന്ത് ചെയ്യും, പുലരും. യൗമ യഅ്തി തഅ്വീലു, യൗമ യഅ്തി തഅ്വീലുഹു, അതിൻ്റെ പുലർച്ച വന്നെത്തുന്ന ദിവസം. യഖൂലുൽ ലദീന നസൂഹു മിൻ ഖബൽ, അതിന് മുമ്പ് മറന്നു കളഞ്ഞവർ പറയും. അതിന് മുമ്പ് മറന്നു കളഞ്ഞ ആളുകൾ പറയും. മുത്തനദ്ദിമീന മുതഅസ്സിഫീന അലാ മാ മള മിൻഹും, അങ്ങേയറ്റം ഖേദിക്കുന്നവരായി ദുഃഖിക്കുന്നവരായി കഴിഞ്ഞു പോയതിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അവർ പറയും, അവിടെ പാപങ്ങൾക്ക് എന്ത് ചെയ്യണം, പാപമോചനം തരണം എന്ന് അവരഭ്യർത്ഥിക്കും. യഖൂലുല്ലദീന നസൂഹു മിൻ ഖബൽ ഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. എത്ര മനോഹരമായിട്ടാണ് അവർ പറയുന്നത്. ഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, ഞങ്ങളുടെ റബ്ബിൻ്റെ റസൂലുകൾ യാഥാർത്ഥ്യവും കൊണ്ട് ഞങ്ങൾക്ക് വരികയുണ്ടായി, പക്ഷേ അന്ന് ഞങ്ങളതു വിശ്വസിച്ചില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്ക് പറഞ്ഞതാണ്, പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചില്ല. ഫഹല്ലനാ മിൻ ശുഫആ, ഞങ്ങൾക്ക് വല്ല ശുപാർശക്കാരുമുണ്ടോ? ഫയശ്ഫഊലന, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന വല്ല ശുപാർശകന്മാരുമുണ്ടോ എന്നവർ ചോദിക്കും. അതല്ലെങ്കിൽ എന്താണ്, ആരെങ്കിലും ശുപാർശ ചെയ്ത് തൽക്കാലം ഞങ്ങളെപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഔ നുറദ്ദു ഫനഅമല ഗൈറല്ലദീ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ദുനിയാവുക്ക് തന്നെ മടക്കി തരിക. ഞങ്ങൾക്ക് അന്ന് ഈ ഉത്ബോധനങ്ങൾ കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ജീവിതം അതൊന്നും കൂടി ഞങ്ങൾക്ക് തരിക, എന്നിട്ട് ഞങ്ങൾ ഒന്നും കൂടി കേൾക്കുക. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ ചെയ്തൂടെ? അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവരന്ന് പറയുന്ന വാക്കും കൂടെ ഇപ്പം തന്നെ അവരെ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് ഇതൊന്നും ചെയ്യാതെ അവിടെ വന്നാൽ ഞങ്ങൾക്കൊരവസരം കൂടെ തന്നാൽ ഞങ്ങൾ ചെയ്യാമെന്ന് നിങ്ങൾ എന്ത് ചെയ്യും?
അന്ന് പറയും എന്ന് ഇന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നാ കേൾക്കുമ്പോൾ വിചാരിച്ചൂടെ, നുറദ്ദു ഫനഅമൽ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ എന്താണ് പ്രവർത്തിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാമായിരുന്നു എന്നാണ്. ഞങ്ങൾ മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാമായിരുന്നു എന്നവർ പറയുന്നതാണ്. അതാണ് അവർ പറയാന്നാണ്. വലൗ റുദ്ദു ലആദു ലിമാ നുഹു അൻഹു വഇന്നഹും ലകാദിബൂൻ. പടച്ചോൻ ഇവിടെ പറയണില്ല, ഇത്തരം വാദങ്ങൾക്കുള്ളൊരു മറുപടി നേരത്തെ അല്ലാഹ് പറഞ്ഞതാണ്. എന്ത്? വലൗ റുദ്ദു, അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പോലെ ദുനിയാവുക്ക് തന്നെ കൊടുന്ന് പഴയ അവസ്ഥയിൽ നിർത്തി ഓലെന്താ ചെയ്യുക? നന്നാകല്ല ചെയ്യുക. ലആദു, അവരെന്ത് ചെയ്യും? ആ പഴയ ജീവിതം തന്നെ അവരെന്ത് ചെയ്യും? തുടരും. വഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറയാണ്. വഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മരിക്കാൻ സമയത്തെ ഒന്ന് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ഞാൻ ഉപേക്ഷ വരുത്തിയതെല്ലാം ചെയ്തോളെ പടച്ചോനേന്ന് പറയും. എന്നാൽ കുറച്ചു നേരം കൂടി ജീവിച്ചോന്ന് അറിഞ്ഞാലോ അവൻ പറഞ്ഞതിന് അവന് ഓർമ്മ ഉണ്ടാവില്ല. നോക്കി നിങ്ങൾ മനുഷ്യൻ്റെ അവസ്ഥേനെ പടച്ചോൻ പറഞ്ഞു. അപ്പോൾ നേരാകാൻ വിചാരിച്ചോൻ കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? നേരാവും. മടങ്ങാൻ വിചാരിച്ചവൻ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മടങ്ങും. വിചാരിക്കാത്തവനോ അവൻ എത്ര ചാൻസ് കിട്ടിയാലും എന്താവില്ല, മടങ്ങുകയില്ല എന്നാണ് പറയണത്. അതാണ്. ഇനിയോ ഖദ് ഖസിറൂ അൻഫുസഹും വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. ഖദ് ഖസിറൂ അൻഫുസഹും, ഖദ് ഖസിറൂ അൻഫുസഹും, അവർ അവരുടെ സ്വന്തങ്ങളെ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതിൻ്റെ വ്യാഖ്യാനം നോക്കും നിങ്ങൾ, നമ്മളെ പേടിപ്പിക്കുന്ന വ്യാഖ്യാനമാണ്. ഖദ് ഖസിറൂ അൻഫുസഹും എന്ന് പറഞ്ഞാൽ അവർക്കെന്താണ്? എല്ലാ ലാഭവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ജീവിതം കൊണ്ട് അവർ നേടിയെടുക്കേണ്ട കുറേ ലാഭങ്ങളുണ്ടായിരുന്നു. ജീവിതം ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കേണ്ട ചില നേട്ടങ്ങൾ, എവിടേക്കുള്ള? പരലോകത്തേക്കുള്ള. ആ നേട്ടങ്ങൾ നേടുന്ന കച്ചവടങ്ങളിൽ അവരെന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. വസലകൂ ബിഹാ സബീലൽ ഹലാക്ക്, നാശത്തിൻ്റെ വഴികളിൽ അവർ പ്രവേശിച്ചു. വലൈസ ദാലിക കഖുസ്റാനിൽ അംവാലി വൽ അസാഫ്, ഈ നഷ്ടം ഏതുപോലെയല്ല, ഒരു കച്ചവടം പൊളിഞ്ഞു പോണ പോലെയോ, അല്ലെങ്കിൽ വല്ല ഉപകരണങ്ങളും കേടുവന്നു പോണ പോലെയോ, അല്ലെങ്കിൽ മക്കൾ മരിച്ചു പോണ പോലെയോ ഒന്നല്ല ഈ നഷ്ടം. ഇന്നമാ ഹാദാ ഖുസ്റാനുൻ ലജുബ്രാന ലിമുസാബിഹി, ഈ നഷ്ടം ഒരുത്തന് വന്നാൽ അതിന് പരിഹാരമല്ല. കുട്ടി മരിച്ചാൽ വേറെ കുട്ടിയുണ്ടാകും, വീട് കത്തിയാൽ വേറെ വീടുണ്ടാകും. പക്ഷേ പരലോകത്തൊരാൾ നരകാവകാശിയായാൽ ആ വിധിക്ക് മറിച്ചു തരാൻ വേറെ ഒന്നില്ല. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെയും അവരെ വിട്ടു മറഞ്ഞു പോവുകയും ചെയ്തു. എന്തൊക്കെ മോഹങ്ങളാണ് ഇത്! കാരണന്മാരെ വഴിയാണ്, വാപ്പകാരണന്മാരെ വഴിയാണ്, എനിക്കിതാണ് ശരിയാന്ന് തോന്നുന്നത്, അതൊക്കെ എങ്ങനെ നേരാകുക? അപ്പരണമാരൊക്കെ എന്തെങ്കിലും നടക്കുമോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് സ്വീകരിക്കാതെക്കാൻ? ആ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അതിൻ്റെ ഗുണവിടെ കാണണ്ടേ? അവർ പറഞ്ഞതെല്ലാം ശരിയായ ന്യായങ്ങളാണെങ്കിൽ അതിവിടെ കാണണ്ടേ? കാണുന്നില്ലല്ലോ. അവർ വിചാരിച്ച വ്യാമോഹങ്ങളും സ്വപ്നങ്ങളും, മഹാന്മാരും ശുപാർശകന്മാരും നേർച്ചക്കാരും എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ, എന്തൊക്കെ കാഴ്ചപ്പാടുകളുണ്ടോ, അതൊന്നും ഇവിടെ അവർക്ക് ഫലം ചെയ്യുന്നില്ല. ഖദ് ഖസിറൂ അൻഫുസഹും വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ യഫ്തറൂന ഫിദ്ദുനിയ മിമ്മാ തമന്നീഹിം അൻഫുസുഹും ബിഹി, അവിടെ മനസ്സുകൾ മോഹിച്ചത്. വയഇദുഹും ബിഹി ശൈത്താൻ, പിശാച് അവരോട് വാഗ്ദത്തം ചെയ്ത കാര്യം ഒന്നുമില്ല. ഖദ്ദമു അലാ മാ ലം യകുൻ ലഹും ഫി ഹിസാബ് വതബയ്യന ലഹും ബാത്തിലുഹും വളലാലുഹും, അവർക്ക് മനസ്സിലാകുകയാണ് അവർ പഴച്ചോലെന്നായിരുന്നു. പ്രവാചകന്മാരെല്ലാം സത്യം കൊണ്ടാണ് വന്നിരുന്നതെന്നൊക്കെ അവർക്ക് അവിടെ വെച്ച് മനസ്സിലാകും. എന്തു കാര്യം, ഒരു പ്രയോജനവും അവിടെ വെച്ച് മനസ്സിലായതുകൊണ്ട് അവർക്കുണ്ടാവുന്നില്ല എന്ന് ചുരുക്കം. അപ്പം അതുകൊണ്ട് താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ നമ്മൾ എന്തിനും തയ്യാറാകണം. പരലോകത്ത് വരാനിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون ولقد جئناهم بكتاب فصلناه على علم هدى ورحمة لقوم يؤمنون. هل ينظرون إلا تأويله يوم يأتي تأويله يقول الذين نسوه من قبل قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا أو نرد فنعمل غير الذي كنا نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون.